ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോ. അന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് എങ്ങനെ പഠിക്കണം, ഓൺലൈൻ പഠിക്കണോ ഓഫ്ലൈൻ പഠിക്കണോ, കോഴ്സിൻ്റെ ഫീസ് എത്രയാണ്, ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ, വർക്ക് ഫ്രം ഹോം ജോലി കിട്ടുമോ, ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾ ഇപ്പം തന്നെ അത് പോയിട്ട് കണ്ടിട്ട് വന്നോളൂ. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയാൻ പോണതെന്ന് ഞാൻ ക്വിക്കായിട്ടൊന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സാലറി കിട്ടും, നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോസ്റ്റ് കോഴ്സ് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ, എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലെ സിലബസ് എന്ന് പറയുന്നത്, എങ്ങനെ നിങ്ങൾക്ക് സിലബസ് കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ സിലബസ് കമ്പയർ ചെയ്യാൻ പറ്റുമോ, പിന്നെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യും, ഈ മെൻറ്റർഷിപ്പ് അത്യാവശ്യമാണോ ഈ കോഴ്സിൽ, എന്താണ് ഈ ഫുൾ സ്റ്റാക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, എന്തുകൊണ്ടാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല ഫീസ് ചാർജ് ചെയ്യുന്നത്, കോഴ്സ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുമോ, പഠിച്ചു കഴിഞ്ഞാൽ ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടാണോ, പിന്നെ നിങ്ങൾക്കൊരു ബിസിനസ് മൈൻഡ് സെറ്റ് ആവശ്യമുണ്ടോ ഇത് പഠിക്കാനായിട്ട്, വൺസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പിനാണോ ജോബിനാണോ പോകേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്.